ഗണേഷിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്ന് ഭാര്യ. ഒന്നല്ല 5000 പ്രണയമുണ്ടെന്ന് മന്ത്രി. കുടുംബ പ്രശ്നം മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ LDF. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്ന വെളിപ്പെടുത്തലുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്ത്. 2014 വിവാഹത്തിന് ശേഷം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും 2019 പ്രതിസന്ധി ഉണ്ടായപ്പോൾ മുൻ DGP R ശ്രീലേഖയെ ബന്ധപ്പെട്ടിരുന്നുവെന്നും അവർ പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ പ്രശ്നങ്ങൾ ലോകം മുഴുവൻ അറിയാവുന്നതാണെന്നും ബിന്ദു കൂട്ടിച്ചേർത്തു. എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾ പണം കൊടുത്ത് സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുകയാണെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് വാളകത്തെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവങ്ങളുടെ തുടക്കം. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം സഹായത്തിനായി 112 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബിന്ദു വിളിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. എന്നാൽ പോലീസിനെ വീട്ടിലേക്ക് കയറാൻ അനുവദിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. അനുവാദമില്ലാതെ എത്തിയ ബിന്ദു അവിടെ കണ്ട കാര്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചതോടെ ജീവനക്കാർ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് DGP രാവാട് ചന്ദ്രശേഖർ വ്യക്തമാക്കി. മന്ത്രിയുടെ സുഹൃത്തുക്കളും ജീവനക്കാരും തനിക്ക് എതിരാണെന്നും ഞാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും ബിന്ദു മേനോൻ ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. കിടപ്പുമുറിയിൽ കണ്ട ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചപ്പോൾ സ്റ്റാഫ് അംഗമായ പ്രദീപ് തടഞ്ഞു. പോലീസ് എത്തുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയെ മാറ്റി. മന്ത്രിയുടെ സ്റ്റാഫ് മനോജ് തന്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിച്ചുവെന്നും ഇതിനെല്ലാം തെളിവുണ്ടെന്നും ബിന്ദു അവകാശപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മകളെയും വിവരം അറിയിച്ചിരുന്നുവെന്നും 2 മാസമായി മന്ത്രി തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അവർ വെളിപ്പെടുത്തി. UDF-ഉം BJP-യും ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ നാടകമാണിതെന്ന് മന്ത്രി ഗണേഷ് കുമാർ തിരിച്ചടിച്ചു. പത്തനാപുരത്ത് ഇത്തരം കഥകൾക്ക് പ്രസക്തിയില്ലെന്നും മുൻപ് ഭാര്യയായിരുന്ന സ്ത്രീയും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തനിക്ക് ഒന്നല്ല 5000 പ്രണയങ്ങളുണ്ടെന്നും പ്രണയമില്ലാത്തവൻ പൊട്ടനാണെന്നുമാണ് മന്ത്രിയുടെ നിലപാട്. നെഹ്റുവിനും വാജ്പേയിക്കും പ്രണയം ഉണ്ടായിരുന്നുവെന്നും പ്രണയം ചിലർ ഒളിച്ചു വെക്കുമ്പോൾ താൻ അത് തുറന്നു പറയുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. R ശ്രീലേഖയ്ക്ക് മേയറാകാൻ കഴിയാത്തതിന്റെ കുശുമ്പാണെന്നും അവർ BJP-ക്ക് ഒപ്പമാണെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. KSRTC ജീവനക്കാർ തന്നോടൊപ്പം ഉണ്ടെന്നും വൻ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം 112-ൽ വന്ന പരാതിയിൽ ഗണേഷ് കുമാറിനും ജീവനക്കാർക്കുമെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് KSU സംസ്ഥാന ഉപാധ്യക്ഷൻ MJ യദുകൃഷ്ണൻ DGP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം മുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുമോ എന്നുള്ള ആശങ്കയിലാണ് LDF നേതൃത്വം.